നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല രാജു, അച്ഛൻ എന്തിനാ ഇത് രാജുവിന്റെ കയ്യിൽ തന്നു വിട്ടത്? അച്ഛനെ എനിക്കിത് നേരിട്ട് തരായിരുന്നില്ലേ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം സന്തോഷായനെ. സാറിന്റെ ഒരു സ്വഭാവം അറിയാലോ, ഒന്നും നേരിട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. അത് പതിയെ അങ്ങ് ശരിയായിക്കോളും. അതെ, ശരിയാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ രാജു ഞാനും കാത്തിരിക്കുന്ന. എന്നെ അനുസരിക്കാൻ പറ്റില്ലെന്നുണ്ടോ നിനക്ക്? പ്രതാപ, വേണമെന്നില്ല, കുട്ടികളല്ലേ. മാല തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അത് പോരാ. ഈ വീട്ടിലെ ഗൃഹനാഥൻ ഞാനാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ അനുസരിക്കും. റവന്യൂ മിനിസ്റ്ററുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിരുന്നോ? സാർ ഇതുവരെ ഇറങ്ങിയില്ലെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വൈകി. ഇനി ഇറങ്ങിയില്ലെങ്കിൽ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് മിനിസ്റ്റർ അങ്ങ് പോകും. മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നീ വാ. മാഡം, അത് ശരി, ഇവിടെ തന്നെ നിൽക്കാണോ? അപ്പൊ ഫോൺ ചെക്ക് ചെയ്തില്ലേ? ഫോണോ? ആ, ശ്രീലക്ഷ്മി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും അത് മാഡം നോക്കിയിട്ടില്ല എന്നും പറഞ്ഞ് എന്നെ വിളിയോട് വിളിയായിരുന്നു. വേഗം പോയി അതൊന്ന് ചെക്ക് ചെയ്യൂ. ഞാൻ അതിനൊന്ന് റിപ്ലൈ കൊടുക്ക. ആഭരണങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. ശരി, സാർ ചെക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടും കഴിച്ചുള്ള എമൗണ്ട് എഴുതിയെടുത്തോളാം പറഞ്ഞു. ഇത് രാജുവിനെ ഇരിക്കട്ടെ. എന്താ ഇത്? എന്റെ ഒരു സന്തോഷം. ഇതൊരു സാരിയാ. എന്റെ സ്വർണ്ണക്കടയ്ക്ക് ഇത്രയും വലിയൊരു ബിസിനസ് എന്നത് രാജു അല്ലേ? അതിന്റെ ഒരു നന്ദി. താങ്ക് യു. എപ്പോഴും കേറി വന്നോളും അവളെ രക്ഷിക്കാൻ. നീ ആരാ? അവതാര പുരുഷനോ? ചെവിന്നുള്ളിക്കോ, അധികം വിളഞ്ഞ പുറത്താക്കും ഞാൻ. വിഷമിക്കാതെ, നീ അത് മനസ്സിന്ന് വിട്ടുകളയും മോളെ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ആ അംബിക അമ്മായി ഒറ്റൊരാളാ. ഏഷ്യന് കേറ്റിക്കൊടുക്കാൻ അമ്മായിയെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ അച്ഛനും മനസ്സിലാവും. അതോടെ തെറിക്കേണ്ടവര് മുഴുവൻ തെറിക്കും. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോയാ തെറിക്കുന്നത് ഞാനായിരിക്കും. അച്ഛൻ എന്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. അച്ഛൻ എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാ ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് കുറ്റമാവുന്നത്. രാജു, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ വാ. സാറിന് മാഡത്തിന് ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞത്? ഇഷ്ടമില്ലെങ്കിൽ സാറ് മാഡത്തിന് സാരി വാങ്ങിത്തരുമോ? എന്താ എന്താ പറഞ്ഞത്? സാരി കണ്ടില്ലേ? ഇത് മാഡത്തിന് സാറ് വാങ്ങി തന്നതാ. ഞാൻ എന്തിനാ നുണ പറയുന്നേ? തുറന്നു നോക്ക്. ഇഷ്ടായോ? അച്ഛൻ വാങ്ങി തന്ന സാരിയല്ലേ, എനിക്ക് ഇഷ്ടാവാതിരിക്കോ? നല്ല സാരി, എനിക്കിത് നന്നായിട്ട് ചേരും. അല്ല രാജു, അച്ഛനെന്തിനാ ഇത് രാജുവിന്റെ കയ്യിൽ തന്നു വിട്ടത്? അച്ഛനെ എനിക്കിത് നേരിട്ട് തരായിരുന്നില്ലേ?
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം സന്തോഷായനെ. സാറിന്റെ ഒരു സ്വഭാവം അറിയാലോ. ഒന്നും നേരിട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. അത് പതിയെ അങ്ങ് ശരിയായിക്കോളും. അതെ, ശരിയാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ രാജു ഞാനും കാത്തിരിക്കുന്ന. എന്തായാലും നെക്ലേസിന്റെ കാര്യത്തില് എന്നെ വഴക്ക് പറഞ്ഞെങ്കിലും സാരി വാങ്ങിത്തരാൻ അച്ഛൻ മറന്നില്ലല്ലോ. അത് മതി, എനിക്ക് അത് മാത്രം മതി. മാഡത്തിന്റെ മെസ്സേജ് ആണല്ലോ. താങ്ക് യു ട്ടോ സാരി കിട്ടിയതിന്. അതിന് എന്നോട് എന്തിനാ മാഡം നന്ദി പറയുന്നത്? രാജു അല്ലേ അച്ഛനെ കൺവിൻസ് ചെയ്തത്? അപ്പോ രാജുവിനോടല്ലേ നന്ദി പറയേണ്ടത്? രാജു അല്ലേ അച്ഛനെ കൺവിൻസ് ചെയ്തത്? അപ്പോ കൊള്ളാലോ, നല്ല ചാറ്റിംഗ് ആണല്ലോ. ഇത് എന്നു മുതൽ തുടങ്ങി എന്ത് ഈ മോഡൽ മെസ്സേജ് അയപ്പ്? സാധാരണ ഋതു ഞാനുമായിട്ടാ ചാറ്റ് ചെയ്യാറ്. ഇതിപ്പോ ഏട്ടനുമായിട്ടാണല്ലോ. ഈ മാറ്റം എന്നു മുതൽ തുടങ്ങിയെന്നാ ചോദിച്ചേ. അതായത് ശ്രീ, ഒരു ചെറിയ പ്രോബ്ലം അത് ഞാൻ കയറി സോൾവ് ചെയ്തു എന്നാ മാഡം വിചാരിച്ചിരിക്കുന്നത്. അത് വെറുതെയാ. ശരിക്കും അതിന് ഞാനല്ല കാരണക്കാരൻ. എനിക്കതൊന്നും കേൾക്കണ്ട. ദേ, അമ്മയില്ലാത്ത കുട്ടിയാ ഋതു. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഏയ്, കഴിച്ചോ? കഴിച്ചോ? ആ കഴിച്ചു മാഡം. ആ കഴിച്ചു മാഡം. ഇതാരെയാ മാഡം എന്ന് വിളിച്ചേ? എന്റെ മാഡത്തെ. ആ എന്താ ചിരിക്കുന്നത്? ഇത് ഋതുവിന്റെ മെസ്സേജ് അല്ല, രമ്യയുടെ മെസ്സേജാ. രമ്യയുടെ? വെപ്രാളത്തില് ആള് മാറിയതാ ഏട്ടന്. അയ്യോ സാരമില്ല, ഒരു അബദ്ധം ഏത് രാജുവിനും പറ്റും. ഇനി ആവർത്തിക്കാതിരുന്നാ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത്ര പെട്ടെന്ന് അങ്ങ് പോയോ? എത്ര കാലമായി ഞാൻ ചാറ്റ് ചെയ്യുന്നു, ഒരു റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല. ഇപ്പോഴാ ആദ്യമായിട്ടൊരു റിപ്ലൈ തന്നെ. എന്നിട്ട് പെട്ടെന്നൊരു ഗുഡ് നൈറ്റും പറഞ്ഞങ്ങ് പോയി. ഇതിനു മാത്രം എന്ത് തിരക്കയ്യാക്കുള്ളത്? നമുക്ക് കുറച്ചു നേരം കൂടി ചാറ്റ് ചെയ്യായിരുന്നില്ലേ? ആ, എന്തായാലും ഇന്ന് ഒരു റിപ്ലൈ എങ്കിലും കിട്ടിയല്ലോ, അത് മതി. ഇതേ പിടിച്ച് ഞാൻ കേറിക്കോളാം. ഇയാളെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിക്കാതെ ഞാൻ അടങ്ങുന്ന പ്രശ്നമേ ഇല്ല. മനസ്സിലായോ രാജു സാറേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.